അടുക്കള വീടിൻ്റെ ഹൃദയഭാഗമാണെന്ന് പറയലുണ്ടല്ലേ. അപ്പം നമുക്ക് ആ ഹൃദയഭാഗത്തോട്ട് ഇന്ന് പോവാം. എന്തായാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളെ വീട്ടമ്മമാരെയും എല്ലാവരെയും കടമയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലീനിങ് ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇപ്പൊ കാണിച്ച പോലത്തെ കുറേ ബൊമ്മ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പം എനിക്ക് എവിടെ നേരെ വെക്കാനൊരു ജാഗ ഇല്ലാത്തതുകൊണ്ട്, ജാഗ മീൻസ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു കുപ്പിയിലിട്ട് അടച്ചു വെച്ചു. ഈ റാക്കിലുള്ള സ്റ്റീൽ പ്ലേറ്റാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സെറാമിക്കിൻ്റെ എടുക്കുന്ന കുറവാണ്. അതുകൊണ്ട് തന്നെ നിറച്ച് പൊടിയുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് എനിക്ക് തോന്നുന്നു ക്ലിയർ ഇല്ല ക്യാമറയിൽ. അപ്പം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അടിക്കടി എടുത്ത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മുട്ടൻ പണി കിട്ടും. ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങുമ്പം ഇമ്മ ഒരു സീനെ ആരും ഇല്ലാണ്ട് നോക്കിക്കോട്ടെ. എന്താ സെറാമിക് പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇപ്പം എൻ്റെ മണ്ടൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ കുറച്ച് വിനേഗർ എടുക്കുക. ഈ വിനേഗർ ഏതെങ്കിലും ഒരു ബൗളിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറേ ഡ്രസ്സ് പഴയതുണ്ടാവില്ല ഉപയോഗിക്കാതെ വെച്ചാൽ അതിലേതെങ്കിലും ഒരു പീസ് എടുക്കുക. ഞാൻ ഒരു പോളിസ്റ്ററിൻ്റെ തുണിയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അത് പിഴിഞ്ഞു കൊടുത്തിട്ട് അതിനെ കൊണ്ട്, ആ തുണീനെ കൊണ്ട് ഈ റാക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതായത് നല്ലപോലെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വെട്ടിത്തിളങ്ങി കിട്ടും, കുറച്ചൊരു തിളക്കം കിട്ടും കേട്ടോ ഈ വിനേഗർ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നല്ലപോലെ അത് ക്ലീൻ ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക, വിനേഗറിൽ മുക്കിയിട്ട്. ഈ റാക്കിൻ്റെ അടിയിൽ ഞാൻ കുപ്പി ഗ്ലാസ്സാണ് വെച്ചിന്. അപ്പോൾ മുകളിൽ പ്ലേറ്റ് വെക്കുമ്പോൾ, കഴുകിയ പ്ലേറ്റ് വെക്കുമ്പോൾ വെള്ളം വന്ന് വീഴുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പം ഇങ്ങനെ തുരുമ്പ് കറ പിടിച്ചിട്ടുണ്ട്. ഈ തുരുമ്പ് കറ പോകാനും ഇതേപോലെ വിനേഗറിൽ മുക്കിയിട്ട് അതിനെ കൊണ്ട് തുടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്താൽ വേഗം ക്ലീൻ ആയി കിട്ടും കേട്ടോ. പക്ഷെ ഞാനിപ്പം ബേക്കിംഗ് സോഡ എടുത്തിട്ടില്ല. അപ്പോൾ ഈ വിനേഗർ മുക്കി തുണിയോടൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിനുകൊണ്ട് ഇങ്ങനെ ഒരച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് നീറ്റായിട്ട് കിട്ടും. കണ്ട, ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയില്ലേ. അപ്പം നല്ലപോലെ വേഗം ക്ലീൻ ആയിട്ട് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി. വിനേഗർ മുക്കിയ തുണിയോട് നമ്മൾ റാക്ക് തുടച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ തുണി പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. നല്ലപോലെ കഴുകി പിഴിഞ്ഞിട്ട് ഇതേ തുണി വെച്ചിട്ട് തന്നെ നമുക്ക് ആ റാക്ക് ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ചിലർക്ക് ഈ വിനേഗറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇതാകുമ്പോൾ ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം വരില്ല, ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ ഈർപ്പം ഉണ്ടാവില്ല നമ്മൾ വെള്ളത്തോട് തുടച്ചേ, അപ്പം ആ നനവൊക്കെ ഈ ഒരു കോട്ടൺ തുണി വെച്ച് തുടക്കുന്ന സമയത്ത് പോയി കിട്ടും. അതെനിക്ക് വീഡിയോയിൽ മിസ്സായിപ്പോയി, അതാണ് ഞാൻ കാണിക്കാത്തത്. അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ച പ്ലേറ്റ്, ഉപയോഗിക്കാതെ വെക്കുന്ന കുറച്ച് ഇങ്ങനത്തെ സെറാമിക്കിൻ്റെയും ഗ്ലാസിൻ്റെ ഒക്കെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നല്ലപോലെ തുടച്ച് അതിൻ്റെ മുഴുവൻ പൊടിയെല്ലാം ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെക്കാൻ പാടുള്ളൂ. അല്ല പിന്നെ നമ്മൾ വൃത്തിയാക്കിയ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം അതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ. പിന്നെ എൻ്റെ വേറൊരു വട്ടം തരുമോ, ഈ ഗ്ലാസിൻ്റെ പ്ലേറ്റ് സെറാമിക്കിൻ്റെ പാത്രമൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചു കിട്ടും. ഞാനൊരു ജഗ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊരു ഗ്ലാസിൻ്റെ. എനിക്ക് ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറിയ വിലയ്ക്ക് കിട്ടിയതാട്ടാ. അതെങ്ങനെയുണ്ടെന്നത് പറയണേ. ഈ സംഭാരമൊക്കെ വെച്ചേക്കാൻ പറ്റിയ ഒരു ജാറാണത്. അടിപൊളിയല്ലേ. സംഭാരം ഒഴിച്ചൊക്കെ മാത്രമേ അത് എടുക്കല്ലോ. അപ്പം റയറായിട്ടല്ലേ സംഭാരമാക്കുന്നില്ലോ, അതുകൊണ്ട് നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിനി. പിന്നെ എൻ്റെ ബൊമ്മാച്ചിനെ എനിക്ക് അവിടെ പ്ലേസ് ചെയ്യണം. ബൊമ്മാച്ചിക്കും മൊത്തം ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടായിനി. പിന്നെ എന്താ, ഇതുപോലെ വേറൊരു ജാറും കൂടി ഉണ്ട് കേട്ടോ, ഒരു റൗണ്ട് ജാറും കൂടി ഉണ്ട്. പിന്നെ മണി പ്ലാന്റ് ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. അടുക്കള ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, ബെഡ്റൂം ആയിക്കോട്ടെ, സിറ്റൗട്ട് ആയിക്കോട്ടെ, സകല സ്ഥലത്തും മണി പ്ലാന്റ് കുത്തി നടക്കുവേ. അത് വേറൊരു രസമാട്ടാ. ചെടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവമാണ്. ഈ ഒരു മണി പ്ലാന്റ് നിങ്ങൾ കിച്ചണിൽ വെച്ച് നോക്കിയാൽ ആ ഒരു പച്ചപ്പ് നമുക്ക് ഭയങ്കര ഒരു എനർജി തരും. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെടി അങ്ങനെ വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ വീഡിയോ കാണിക്കുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് എനിക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യുമ്പം ആദ്യം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കാണുമ്പം അവർക്കൊരു ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല, അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരു മെൻറ്റാലിറ്റി തോന്നിയാൽ അതൊരു നല്ല കാര്യമല്ലേ. കാരണം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. യൂട്യൂബിലൊക്കെ അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ. ക്ലീനിങ്ങും അടുക്കിപ്പറക്കി വെക്കുന്നതും അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് നമ്മൾ നോക്കിയാൽ നല്ല രസത്തിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് എനിക്കൊരു ഇങ്ങനത്തെ മസാല ഇതൊക്കെ വെക്കുന്നുണ്ട് റാക്കുണ്ട്. അത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, ഉറപ്പില്ല. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുക കിട്ടുവാണെങ്കിൽ. ഇതിനെത്ര പൈസ കൊടുത്തൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു റാക്കും അതുപോലെ ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ റാക്ക് ക്ലീൻ ചെയ്ത പോലെ തന്നെ വിനേഗറിൽ മുക്കുക. ഫസ്റ്റ് അതിനെ കൊണ്ട് ക്ലീൻ ചെയ്യുക. പക്ഷെ എനിക്കൊരു മണ്ടത്തരം പറ്റിയത് ബ്രഷ് വെച്ചിട്ട് ആദ്യം പൊടി കളയണമായിരുന്നു, അതിന് ശേഷം ഇത് എങ്ങനെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇതുണ്ട് സെറ്റ്, കാട്ടൻ കോരിയും ബ്രഷും
ഇതും ചൈനീസ് സൂപ്പർ മാർക്കറ്റ് വാങ്ങിയത്. എനിക്കൊന്ന് 30 രൂപ പറ്റേ ഉള്ളൂ. ഭയങ്കര ഉപകാരമാട്ടോ ഈ ഒരു സാധനം. ഈ ജനലിൻ്റെ സൈഡിലെ പൊടി ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു ആ ജോയിൻറ്റിലെ പൊടി ഇത് വെച്ച് നല്ല വൃത്തിയിൽ പോവും. അത് ചെയ്യാൻ പറ്റും, നല്ല ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ വിനേഗറിൻ്റെ തുണി കൊണ്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ആ കോട്ടൺ തുണി, ഞാൻ നേരത്തെ അപ്പുറം തുടക്കാനെടുത്ത് മറ്റേ റാക്ക്, സ്റ്റീലിൻ്റെ റാക്ക് തുടക്കാനത്തെ കോട്ടൺ തുണി, അതിനോട് തുടക്കുക. ഇതിന് ഞാൻ വെള്ളം വെച്ചൊന്നും തുടക്കാൻ വന്നില്ല. ഫസ്റ്റ് വിനേഗർ വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് അതൊക്കെ തുടച്ച് അതിൻ്റെ ഈർപ്പൊക്കെ നല്ല വൃത്തി കളഞ്ഞ് കോർണറിലെ പൊടിയെല്ലാം ആ ഒരു ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, ഈ ഒരേപോലെയുള്ള കുപ്പികൾ വെക്കാൻ ശ്രമിക്കുക. അതാണ് കാണാൻ രസം. വേറെ വേറെ ടൈപ്പ് കുപ്പിയാകുമ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഇതിൽ വെച്ചതെല്ലാം ആ ടൈപ്പൊന്നുമല്ല, ചിലതിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പം അതിൻ്റെ മുകളിലുണ്ടായ ആ ഒരു നമ്മളിതുണ്ടല്ലോ, എന്താ ഇതിനെ പറയുക, അത് ഇങ്ങനെ പൂപ്പൽ വന്നിട്ട് മഴയത്ത് ഇങ്ങനെ വരുമല്ലോ ഈ വക സാധനങ്ങളെല്ലാം. ഇതും ഞാൻ അതേപോലെ വിനേഗർ വെച്ചിട്ടാണ് തുടച്ചത്. കണ്ട, വേറെ കഴുകാനൊന്നും പോയില്ല, കാരണം ഞാൻ ഇത് ഉപയോഗിക്കില്ല മീൻസ് പാചകം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പോൾ വിനേഗർ വെച്ചിട്ട് ഞാൻ അതും തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂപ്പൽ വരുമോ ഇല്ലയോ എന്ന് നോക്കണം. സാധാരണ പൂപ്പൽ വരില്ല എന്ന് പറയാം വിനേഗർ വെച്ച് തുടച്ചാൽ. അപ്പോൾ ഈ ഒരു റാക്കും അപ്പുറത്തെ സ്റ്റീലിൻ്റെ റാക്കും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടുക്കി പറക്കി വെച്ചിട്ടാകുമ്പോൾ എങ്ങനെയുണ്ട് കാണാൻ വേണ്ടി, നല്ല രസമില്ലേ? അപ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും അടുക്കളയിൽ പണിയെടുക്കാൻ നിൽക്കുന്ന സമയത്ത്. ആഹാ, എന്ത് രസം എന്ന് തോന്നില്ലേ? അലങ്കുലാക്കി ഇടുന്ന സമയത്ത് ആകെ നമ്മളെ മനസ്സൊന്നും പോലെയാണ്. അങ്ങനെ ആ ഏരിയ കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ ഏരിയ, നമ്മുടെ ഗ്യാസ് സ്റ്റൗ വെച്ച ആ ഒരു ഭാഗത്ത് വീഡിയോയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് കാണാനില്ല, പക്ഷെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഏതായാലും മറ്റേ ചിരട്ടേൻ്റെ കയ്യിലൊക്കെ കണ്ടു, അതിനൊക്കെ ഇങ്ങനെ പൂപ്പൽ വന്ന് ആകെ ഒരു മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തും എല്ലാം എടുത്ത് പുറത്ത് താഴെയിട്ടു. താഴെ വരുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ആദ്യം ഒരു പാത്രം കാണിച്ചില്ലേ, ഒരു കൂട്ട പ്ലാസ്റ്റിക്കിൻ്റെ, അതിങ്ങനെ വെക്കുക. അത് വെച്ചിട്ട് അതിലേക്ക് എല്ലാ സാധനം ഇടുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണ്. അപ്പം ഇതുപോലെ തന്നെ ഇതും ക്ലീനാക്കി. ഇതിലും ടൈലിന് കുറേ കുത്തും പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. വിനേഗർ വെച്ച് ചെയ്യുന്ന സമയത്ത് ആ കുത്തും പുള്ളിയൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭാഗവും സെറ്റാക്കി, എല്ലാം ക്ലീൻ ആക്കി. കുറച്ച് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഭാഗത്ത് സാധനമൊക്കെ, അതൊക്കെ കുറച്ച് മാറ്റി, ആവശ്യമില്ലാത്ത ഭരണിയെല്ലാം കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ഉപ്പുമാങ്ങ ഭരണിയും അച്ചാറിൻ്റെ ഭരണിയൊക്കെ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങനെയാണ് സെറ്റാക്കിയിട്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നില്ല നിങ്ങൾ പറയുക. ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒരു പ്രചോദനം ആയിക്കോട്ടെ. കിച്ചൺ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ കാണുമ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അലങ്കോലാക്കി ഇരിക്കുമ്പോൾ ഒരാൾ ചെയ്തത് കാണുമ്പോൾ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുമല്ലോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാട്ടോ. എങ്ങനെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലയോ, ടിപ്സ് നിങ്ങൾ ഇങ്ങനത്തെ ടിപ്സ് തന്നെയാണോ ഉപയോഗിക്കുന്നത്, അല്ല വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം കൂടെ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. ബൈ അച്ചു.